കുടിക്കാതിരുന്നാൽ എന്തെങ്കിലും ഉപയോഗമുണ്ടോ? യെസ്, ഉപയോഗമുണ്ട്. വെള്ളം കുടിക്കാതിരുന്നാൽ നിങ്ങൾക്ക് കുറച്ച് രോഗങ്ങൾ കിട്ടും. ഫ്രീ ആയിട്ട് പല ടൈപ്പ് അസുഖങ്ങൾ കിട്ടും. എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയണോ? ആദ്യത്തേത് കോൺസ്റ്റിപ്പേഷൻ, പൈൽസ്, ഫിഷർ എന്നീ ടൈപ്പ് രോഗങ്ങളാണ്. നമ്മുടെ ബോഡിയിൽ ആവശ്യത്തിന് വെള്ളമില്ലെങ്കിൽ മൂലക്കുരു വരാനുള്ള ചാൻസ്, മലബന്ധം വരാനുള്ള ചാൻസ്, ഏനൽ ഫിഷർ വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. രണ്ടാമത്തേത് യൂറിനറി ട്രാക്ട് പ്രശ്നങ്ങളാണ്. അതായത് ഇടയ്ക്കിടയ്ക്ക് ഈ മൂത്രത്തിൽ പഴുപ്പ് വരിക, ചിലർക്കത് റിക്കറൻ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന നമ്മളതിന് ക്രോണിക് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ എന്നൊക്കെ പറയാറുണ്ട്. അതോടൊപ്പം തന്നെ കിഡ്നിയിൽ സ്റ്റോൺ വരിക, നമ്മുടെ വൃക്കയിലൊക്കെ കല്ല് വരുന്നത് ഈ വെള്ളം കുടിക്കാത്തവരിൽ കോമൺ ആയിട്ട് കാണുന്ന പ്രശ്നമാണ്. മൂന്നാമത്തേത് സ്കിന്നിൽ വരുന്ന പ്രശ്നമാണ്. അതായത് സ്കിൻ ഡ്രൈ ആവുക, സ്കിന്നിൻ്റെ നാച്ചുറൽ കൺസിസ്റ്റൻസി മാറിപ്പോവുക, സ്കിന്ന് പെട്ടെന്ന് വരണ്ട് വരുന്നതൊക്കെ തീരെ വെള്ളം കുടിക്കാത്തവരുടെ ശരീരത്തിൽ കണ്ടുവരാറുണ്ട്. നാലാമത്തേത് നമ്മുടെ ഡൈജസ്റ്റീവ് സംബന്ധമായ പ്രശ്നങ്ങളാണ്. നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് വെള്ളമില്ലെങ്കിൽ ഡൈജഷൻ പ്രോപ്പറായിട്ട് നടക്കത്തില്ല. നിങ്ങളുടെ ഡൈജഷൻ കുറച്ച് കുറവായിരിക്കും. ഈവൻ ചിലർക്ക് അസിഡിറ്റി വരെ വരാറുണ്ട്. അഞ്ചാമത്തേത് ഡീഹൈഡ്രേഷൻ പോലുള്ള അസുഖമാണ്. എന്തുകൊണ്ടാണ് ഡീഹൈഡ്രേഷൻ വരുന്നത്? ഡീഹൈഡ്രേഷൻ വന്നാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നമ്മുടെ ബോഡിയിൽ ആവശ്യത്തിന് വെള്ളമില്ലെങ്കിൽ ബോഡി ഫുള്ളി ഡീഹൈഡ്രേറ്റഡ് ആയാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ഷീണം വരും. അതോടൊപ്പം തന്നെ സിവിയർ ആയിട്ടുള്ള ഹെഡേക്ക്, സഹിക്കാൻ പറ്റാത്ത തലവേദന, ക്ഷീണം, തല ചുറ്റിലെ ഡിസിനസ് ഒക്കെ വരുന്നത് കോമൺ ആണ്. സോ ഡെയിലി വെള്ളം കുടിക്കണം. നിങ്ങളുടെ ബോഡി വെയിറ്റ് അനുസരിച്ച് വെള്ളം കുടിക്കണം. മിനിമം ഒരു 3 ലിറ്റർ വെള്ളമെങ്കിലും നിങ്ങൾ ഡെയിലി കുടിക്കണം. ഓൾവേസ് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. അസുഖം വരാതിരിക്കുന്നതാണ് അസുഖം വന്ന് ചികിത്സിക്കുന്നതിനേക്കാളും നല്ലത്.